വിശുദ്ധ അൽഫോൻസാമ്മയോട് പ്രാർത്ഥിച്ച് നേർച്ച നേർന്നുണ്ടായ കുട്ടി സന്യാസ ജീവിതത്തിലേക്ക്. വിശുദ്ധ അൽഫോൻസാമ്മയോട് പ്രാർത്ഥിച്ച് നേർച്ച നേർന്ന് ഉണ്ടായ കുട്ടി വിശുദ്ധ അൽഫോൻസാമ്മയുടെ കാശുരൂപം വസ്ത്രത്തിനുള്ളിൽ പിൻ ചെയ്ത് കലോത്സവ മത്സരങ്ങളിൽ പങ്കെടുത്ത് ഒന്നിലേറെ തവണ സ്കൂൾ കാലഘട്ടങ്ങളിൽ കലാതിലക പട്ടം നേടുകയും പിൽക്കാലത്ത് വിശുദ്ധ അൽഫോൻസാമ്മയുടെ സന്യാസ സഭയിൽ സന്യാസിനിയായി തീരുകയും ചെയ്ത സിസ്റ്റർ ജോത്സ്നയുടെ ദൈവവിളി അനുഭവം ഈ ആഴ്ചത്തെ ചർച്ച് ബീറ്റ്സിന്റെ പ്രേക്ഷകരിലേക്ക് എത്തിക്കുകയാണ്. അൽഫോൻസാമ്മയോട് പ്രാർത്ഥിച്ചിട്ടുണ്ടായ ഒരു കുഞ്ഞാണ് ഞാൻ. ആദ്യത്തെ 2 മക്കൾ ആൺകുട്ടികളായതുകൊണ്ട് മൂന്നാമതൊരു പെൺകുട്ടി ആവണമെന്നൊരാഗ്രഹം വീട്ടിലുള്ള എല്ലാവർക്കും ഉണ്ടായിരുന്നു. അപ്പോൾ അന്നേരം അൽഫോൻസാമ്മയെ വാഴ്ത്തപ്പെട്ടവളായി പ്രഖ്യാപിച്ച ഒരു ടൈമായിരുന്നു. അതുകൊണ്ട് തന്നെ അൽഫോൻസാമ്മയോട് പ്രാർത്ഥിച്ചാൽ ഒരു പെൺകുട്ടി കിട്ടും എന്നൊരു വിശ്വാസം എൻ്റെ മാതാപിതാക്കൾക്കുണ്ടായിരുന്നു. അങ്ങനെയാണ് എനിക്ക് മാമോദീസ പേര്, എൻ്റെ പേര് അൽഫോൻസ എന്നാണ് മാതാപിതാക്കൾ നൽകിയത്. അതുപോലെ തന്നെ 3 മാസം ആകുമ്പോൾ തന്നെ ഭരണേങ്ങാനത്ത് കൊണ്ടുപോയി അൽഫോൻസാമ്മയുടെ കബറിടത്തിൽ കിടത്തിക്കോളാം എന്നൊരു നേർച്ചയും നേർന്നായിരുന്നു. അപ്പോൾ അങ്ങനെ അൽഫോൻസാമ്മയുടെ ആ ചെറുപ്പത്തിൽ മുതൽ ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു. അൽഫോൻസാമ്മനെ ഭയങ്കര നല്ല ഇഷ്ടമായിരുന്നു. ഡാൻസ് സമയത്ത് ഫസ്റ്റ് കിട്ടാൻ വേണ്ടി ഞാൻ അൽഫോൻസാമ്മയുടെ കാശുരൂപം ആരും കാണാതെ ഞാൻ ഡ്രസ്സിൻ്റെ അവിടെ പിൻ ചെയ്ത് വെക്കുമായിരുന്നു. അങ്ങനെയാണ് എനിക്ക് വിജയിക്കാൻ സാധിച്ചതെന്ന് എനിക്ക് നല്ല ഉറപ്പോടെ ഇപ്പോൾ പറയാൻ സാധിക്കും. ഇപ്പോഴും അൽഫോൻസാമ്മയുടെ മാധ്യസ്ഥം എനിക്ക് ലഭിക്കുന്നുണ്ട് എൻ്റെ ഓരോ പ്രവർത്തനങ്ങളിലും. +2 പഠനം പൂർത്തിയാക്കിയതിനു ശേഷമാണ് ജോത്സന സന്യാസ ജീവിതത്തിലേക്ക് കടന്നു വരുന്നത്. ചെറുപ്പത്തിൽ സന്യാസ ജീവിതത്തോട് യാതൊരുവിധ താല്പര്യവും ജോത്സനയ്ക്ക് ഉണ്ടായിരുന്നില്ല. അറിയപ്പെടുന്ന ഒരു നർത്തകിയായി മാറണമെന്നതായിരുന്നു ജോത്സനയുടെ ആഗ്രഹം. അതിനായിട്ടുള്ള പരിശ്രമത്തിലായിരുന്നു ജോത്സന. +2 വരെ ഞാൻ എല്ലാ നൃത്തങ്ങളും പഠിച്ചിട്ടുണ്ട്. ഭരതനാട്യം, കുച്ചിപ്പുടി, മോഹിനിയാട്ടം, നാടോടി നൃത്തം, ഓട്ടംതുള്ളൽ, ഇതായിരുന്നു എൻ്റെ മെയിൻ ഐറ്റങ്ങൾ. പിന്നെ അതിൻ്റെ കൂടെ കഥാപ്രസംഗം, മോണാക്ട്, ഇത്രയും ഐറ്റങ്ങളാണ് ഞാൻ പഠിച്ചത്. 2 പ്രാവശ്യം കലാതിലക പട്ടം കിട്ടിയിട്ടുണ്ട്. 7th സ്റ്റാൻഡേർഡിൽ നിന്നും 9th സ്റ്റാൻഡേർഡ്. അപ്പം ആ ഒരു ലക്ഷ്യത്തോടെയാണ് ഞാൻ ജീവിതത്തെ നോക്കിക്കണ്ടതും അതിനുവേണ്ടിയായിരുന്നു ഞാൻ പരിശ്രമിച്ചുകൊണ്ടിരുന്നതും. +2 പഠനത്തിന് ശേഷം ഫ്രണ്ട്സിനൊപ്പം ദൈവവിളി ക്യാമ്പിന് പോയത് ജോത്സനയുടെ ജീവിതത്തിലെ വഴിത്തിരിവായി മാറുകയായിരുന്നു. ദൈവവിളി ക്യാമ്പിൽ പങ്കെടുത്തുകൊണ്ടിരുന്ന ദിനങ്ങളിൽ സന്യാസ ജീവിതത്തോട് അടങ്ങാത്ത ഒരു ആഗ്രഹവും തനിക്കും വിശുദ്ധ അൽഫോൻസാമ്മയെ പോലെ വിശുദ്ധയായ ഒരു സന്യാസിനിയാകണമെന്ന ആഗ്രഹവും ജോത്സനയുടെ ഉള്ളിൽ തീവ്രമായി. സന്യാസ ജീവിതം തിരഞ്ഞെടുക്കുന്ന കാര്യം വീട്ടിൽ അറിയിച്ചപ്പോൾ മാതാപിതാക്കൾ ശക്തമായ എതിർപ്പറിയിക്കുകയാണ് ചെയ്തത്. +2 എക്സാമിന് ശേഷം ഫ്രണ്ട്സൊക്കെ ദൈവവിളി ക്യാമ്പിന് പോകുന്നുണ്ട് എന്ന് കേട്ടപ്പോൾ എനിക്കും വെറുതെ ഒരു ആഗ്രഹം തോന്നി. അവരുടെ കൂടെ ഒന്ന് ജോളി അടിക്കാമല്ലോ എന്ന് ചിന്തിച്ചുകൊണ്ട് ഞാൻ വൊക്കേഷൻ ക്യാമ്പിൽ പോയി. വൊക്കേഷൻ ക്യാമ്പിൽ ചെന്നപ്പം എനിക്ക് ഭയങ്കരമായിട്ട് ഇൻട്രസ്റ്റ് ആയി. ക്രിസ്തീയ കാര്യങ്ങളോടും മൂല്യങ്ങളോടൊക്കെ എന്തോ ഒരു ഇൻട്രസ്റ്റ് തോന്നാൻ തുടങ്ങി വൊക്കേഷൻ ക്യാമ്പിൽ സംബന്ധിച്ചപ്പോൾ. അന്ന് ഒരു ആരാധനയുടെ സമയത്ത് ദിവ്യകാരുണ്യത്തെ നോക്കിക്കൊണ്ടിരുന്നപ്പോൾ എനിക്ക് എന്തുകൊണ്ട് ഒരു സിസ്റ്റർ ആയിക്കൂടാ, സിസ്റ്റർ ആയാലും എനിക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ പാടില്ലേ എന്നൊരു ക്വസ്റ്റ്യൻ എൻ്റെ ഉള്ളിലേക്ക് വരികയുണ്ടായി. ഈ ദിവ്യകാരുണ്യ ആരാധനയുടെ സമയത്താണ് എനിക്ക് തീക്ഷ്ണമായ ഒരു ആഗ്രഹം തോന്നിയത്. അതിനുശേഷം വൊക്കേഷൻ ക്യാമ്പൊക്കെ കഴിഞ്ഞ് വീട്ടിലേക്ക് ചെന്നപ്പോൾ ഞാൻ എൻ്റെ ഈ ഒരു ആഗ്രഹം വീട്ടിൽ അറിയിച്ചു. വീട്ടുകാർ അതിന് തടസ്സം നിൽക്കുകയാണ്. കാരണം ഒരിക്കൽ പോലും ഞാനൊരു സിസ്റ്റർ ആകും എന്നൊരു ചിന്തയോ അങ്ങനെ ഒരു ഇതോ ആരോടും ഞാൻ പങ്കുവച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ അവർക്ക് അത് ഉൾക്കൊള്ളാനും ബുദ്ധിമുട്ടായിരുന്നു. പിന്നെ 2 ചേട്ടായിമാരും ഒരു പെൺകൊച്ചു ആയതുകൊണ്ട് തന്നെ അവർ ഒരുപാട് എന്നെക്കുറിച്ച് സ്വപ്നങ്ങൾ കണ്ടിരുന്നു. എൻ്റെ ഈ ഡാൻസ് ഫീൽഡിലാണെങ്കിലും മാതാപിതാക്കൾ നല്ല പ്രോത്സാഹനമായിരുന്നു തന്നിരുന്നത്. അന്നത്തെ ദിവ്യകാരുണ്യ ആരാധനയുടെ സമയത്ത് എൻ്റെ ഉള്ളിൽ തോന്നിയ ആ തോന്നലാണ് എന്നെ ഒരു സിസ്റ്റർ ആക്കി മാറ്റിയത്. എന്തുകൊണ്ട് എനിക്കൊരു സിസ്റ്റർ ആയിക്കൂടാ എന്നൊരു ചിന്ത എൻ്റെ ഉള്ളിലേക്ക് ആരോ ഇങ്ങനെ പറയുന്ന പോലെ തോന്നുക ചെയ്തത്. അപ്പോൾ തന്നെ ഞാൻ തീരുമാനം എടുത്തു, ഞാനൊരു സിസ്റ്റർ ആകുമെന്ന്. അതെൻ്റെ ഒരു ഉറച്ച തീരുമാനമായിരുന്നു. ആ തീരുമാനത്തിൽ നിന്ന് പിന്നെ എനിക്ക് പിന്തിരിഞ്ഞു നോക്കാൻ സാധിച്ചിട്ടില്ല. അപ്പോൾ അത് ഞാൻ വീട്ടിൽ ചെന്ന് പറഞ്ഞപ്പോൾ അവർ എതിർപ്പ് പറഞ്ഞെങ്കിലും ഞാൻ അതിൽ തന്നെ ഉറച്ചു നിൽക്കുകയായിരുന്നു. 2ാം ക്ലാസ് മുതൽ ജോത്സന നൃത്തം പഠിക്കുവാനും സ്കൂൾ കലോത്സവങ്ങളിൽ വിവിധ ഡാൻസ് മത്സരങ്ങളിൽ പങ്കെടുക്കുവാനും ആരംഭിച്ചു. 5ാം ക്ലാസ്സിലെത്തിയപ്പോൾ മോണാക്ട് അടക്കം 8 മത്സരങ്ങളിൽ പങ്കെടുക്കുവാൻ ജോത്സന തുടങ്ങി.
7ാം ക്ലാസ്സിൽ തന്നെ തന്റെ കലാതിലകമെന്ന സ്വപ്നം സാക്ഷാത്കരിച്ചപ്പോൾ അതിയായ സന്തോഷമായിരുന്നു ജോത്സനയ്ക്കുണ്ടായിരുന്നത്. കലോത്സവ മത്സരങ്ങളിൽ പങ്കെടുക്കുമ്പോൾ വിശുദ്ധ അൽഫോൻസാമയുടെ കാശുരൂപം തന്റെ വസ്ത്രത്തിനുള്ളിൽ പിൻ ചെയ്തു വെച്ചിരുന്നുവെന്നും വിശുദ്ധ അൽഫോൻസാമയുടെ മാധ്യസ്ഥവും അത്ഭുത മടൽ ധരിച്ച് മത്സരങ്ങളിൽ പങ്കെടുത്തതുമാണ് തനിക്ക് കലാതിലകം ഒന്നിലേറെ തവണ ലഭിക്കാൻ ഇടയായതെന്നും സിസ്റ്റർ ജോത്സന ഷെക്കേന ചർച്ച് ബീറ്റ്സിൽ പങ്കുവച്ചു. അന്നൊക്കെ കലാതിലക പട്ടം കിട്ടുക എന്ന് പറയുന്നത് ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാര്യങ്ങളാണ്. ഒരുപാട് കുട്ടികൾ ഉണ്ടായിരുന്നു മത്സരിക്കാൻ. അപ്പൊ അതിൽ നിന്ന് ഫസ്റ്റ് കിട്ടുക എന്ന് പറയുമ്പോൾ വലിയൊരു കാര്യമായിരുന്നു. അപ്പം ഭയങ്കര നല്ല സന്തോഷമായിരുന്നു വീട്ടുകാർക്ക്. എനിക്ക് അതിലുപരി സന്തോഷമായിരുന്നു. എൻ്റെ ആ പ്രതീക്ഷ അതായിരുന്നു, നല്ലൊരു നർത്തകിയായിട്ട് മാറുക എന്നുള്ളൊരു ചിന്തയായിരുന്നു എനിക്ക്. അപ്പം ഓരോ പ്രാവശ്യം സമ്മാനം കിട്ടുമ്പോഴും എൻ്റെ ഉള്ളിൽ ഒരു ആനന്ദം ഉണ്ടായിരുന്നു. സന്യാസിനിയായതിനു ശേഷം സ്കൂളിൽ അധ്യാപികയായി ജോലി ചെയ്യുന്ന സിസ്റ്റർക്ക് നിരവധി കുട്ടികളെ ഡാൻസ് പഠിപ്പിക്കുവാൻ സാധിക്കുന്നുണ്ട്. ഒരുപാട് കുട്ടികളെ എനിക്ക് ഡാൻസ് പഠിപ്പിക്കാൻ എനിക്ക് അവസരം കിട്ടുന്നുണ്ട്. ഞാനിപ്പോൾ സ്കൂളിൽ ജോലി ചെയ്യുകയാണ്, ഹൈസ്കൂളിലാണ് പഠിപ്പിക്കുന്നത്. അപ്പോൾ അവിടെ ഓരോ പ്രോഗ്രാം വരുമ്പോഴും ക്ലാസിക്കൽ ഡാൻസും നാടോടി നൃത്തം അങ്ങനെയൊക്കെ പഠിപ്പിക്കാൻ, ഒരുപാട് കുട്ടികളെ പഠിപ്പിക്കാൻ എനിക്ക് ചാൻസ് കിട്ടുന്നുണ്ട്. അതുകൊണ്ട് ആ ഫീൽഡ് മുഴുവനായിട്ട് പോയി എന്ന് പറയാൻ പറ്റില്ല. ഞാൻ എൻ്റെ കല ദൈവത്തിന് വേണ്ടി സമർപ്പിക്കുന്നു. യാതൊരു പ്രതിഫലവും കിട്ടാതെ ദൈവത്തിന് വേണ്ടി കളിക്കുമ്പോൾ അതിന് വല്ലാത്തൊരു സന്തോഷം, അത് പറഞ്ഞറിയിക്കാൻ പറ്റത്തില്ല. അതൊരു ആനന്ദമുണ്ട് അതിൽ. സഭാധികാരികൾ നല്ല സപ്പോർട്ടായിരുന്നു. അതായത് ഏത് പ്രോഗ്രാം ഉണ്ടെങ്കിലും ഇങ്ങനെ ഡാൻസ് കളിക്കുവാനും അതിനെ പ്രോത്സാഹിപ്പിക്കുവാനും ഓരോ സിസ്റ്റേഴ്സും എനിക്ക് പ്രോത്സാഹനം തന്നിട്ടുണ്ട്. ഇവിടെ എന്തെങ്കിലും ഫങ്ഷൻസ് ഒക്കെ വെക്കുവാണെങ്കിൽ അപ്പോൾ തന്നെ എന്നെ വിളിക്കും, ഒരു ഡാൻസ് കളിക്കണം എന്ന് പറഞ്ഞ് വിളിക്കും. എനിക്ക് വലിയൊരു സന്തോഷമാണ്. ആ ഐറ്റം അവതരിപ്പിക്കാനും എനിക്ക് ഇഷ്ടമാണ്. അതുപോലെ തന്നെ ഇവർ പ്രോത്സാഹിപ്പിക്കുമ്പം ഞാൻ ദൈവത്തിന് നന്ദി പറയുകയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. സിസ്റ്റർ ജോൾസനയുടെ പരിശീലന കാലഘട്ടങ്ങളിൽ നോവിസ് മിസ്ട്രസ് ആയിരുന്ന സിസ്റ്റർ അഞ്ജലി ഇന്ന് FCC സന്യാസ സമൂഹത്തിന്റെ തലശ്ശേരി പ്രോൺസിന്റെ പ്രോൺഷ്യൽ സുപ്പീരിയറാണ്. ഒഴിവു ദിനങ്ങളിൽ ധ്യാനങ്ങൾ നയിക്കുവാനും കുട്ടികൾക്ക് ക്രിസ്ത്യൻ ധ്യാനങ്ങളും ക്ലാസുകൾ എടുക്കുവാനും സിസ്റ്റർ ജോൾസന സമയം കണ്ടെത്താറുണ്ട്. പരിശീലന കാലഘട്ടം മുതൽ സിസ്റ്റർ ജോൾസനെ അറിയാം. പ്രത്യേകിച്ച് നോഷേറ്റ് കാലഘട്ടത്തിൽ സിസ്റ്റർ ജോൾസനയുടെ നോവിസ് മിസ്ട്രസ് ആയിരുന്നു. അന്നാണെങ്കിലും പരിശീലനത്തിൽ നമ്മൾ ഏത് കാര്യങ്ങൾ പറഞ്ഞാലും അതിനെ അനുസരിക്കുന്നതിനോ വിധേയപ്പെടുന്നതിനൊന്നും ജോത്സനയ്ക്ക് യാതൊരു ബുദ്ധിമുട്ടുമില്ലായിരുന്നു. അതുമാത്രമല്ല, സിസ്റ്റർ ജോത്സനെ സംബന്ധിച്ചിടത്തോളം തനിക്കറിയാവുന്ന ഒരു കല അത് മറ്റുള്ളവർക്ക് പരമാവധി പറഞ്ഞു കൊടുക്കുന്നതിനും പഠിപ്പിക്കുന്നതിനും പരിശീലന കാലഘട്ടത്തിൽ തൻ്റെ കല പരമാവധി പ്രയോജനപ്പെടുത്തുന്നതിന് നമുക്ക് പല ഫംഗ്ഷൻ ഉണ്ടാവും, അതിലൊക്കെ നന്നായിട്ട് പെർഫോം ചെയ്യുമായിരുന്നു. അത് മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കുന്ന യാതൊരു ബുദ്ധിമുട്ടും ഇല്ലായിരുന്നു. പിന്നെ സിസ്റ്റർ ആയതിനു ശേഷമാണെങ്കിൽ നമുക്ക് ഇടവക ധ്യാനങ്ങളുണ്ട്. അപ്പോൾ ഈ ഇടവക ധ്യാനങ്ങളിൽ പോയി ക്ലാസ് എടുക്കുകയും അതുപോലെ പിള്ളേർക്ക് ഈ ആക്ഷൻ സോങ്ങിലൂടെ തൻ്റെ കല പരമാവധി പറഞ്ഞു കൊടുക്കുകയും പഠിപ്പിക്കുകയൊക്കെ ചെയ്യുന്നതിൽ വളരെ സന്തോഷമുണ്ട്. അപ്പം നമുക്ക് ചോദിക്കാനും ബുദ്ധിമുട്ടില്ല. ഏത് ഇടവകയിലും പോകുവാനും ധ്യാനത്തിൽ പ്രസംഗം ഒരുങ്ങാനും പ്രോഗ്രാം അവതരിപ്പിക്കുന്നതിനൊക്കെ വളരെ സന്തോഷത്തോടു കൂടിയാണ് ജോത്സന എപ്പോഴും നമ്മളോട് സഹകരിച്ചിട്ടുള്ളത്. അതുപോലെ ഇപ്പോൾ സ്കൂളിൽ പഠിപ്പിക്കുമ്പോഴും അവിടെ കുട്ടികൾക്ക് വേണ്ടി കുട്ടികളെ പഠിപ്പിക്കുകയും നല്ല പ്രോഗ്രാം അവതരിപ്പിക്കുകയും ചെയ്തതിലൊക്കെ നേതൃത്വം കൊടുക്കുന്നുണ്ട്. വീട്ടുകാർക്കാണെങ്കിൽ ആദ്യമൊക്കെ ഒരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു വിടാൻ. ഒരു പെൺകുട്ടിയുള്ളൂ. പിന്നെ ജോത്സനയുടെ പപ്പ ബാങ്ക് മാനേജർ ആയിരുന്നു. അപ്പോൾ സന്യാസത്തിലേക്ക് വിടാനൊക്കെ ഒരു അല്പം ബുദ്ധിമുട്ടൊക്കെ ഉണ്ടായിരുന്നു. എങ്കിലും എനിക്ക് ഓർക്കുന്നുണ്ട്, മമ്മിയൊക്കെ പിന്നീട് വളരെ അഭിമാനത്തോടു കൂടി സംസാരിക്കാറുണ്ട്. എനിക്ക് സന്തോഷമേ ഉള്ളൂ ഈ FCCയിലേക്ക്, അതായത് അൽഫോൻസാമയുടെ മഠത്തിലേക്ക് വിട്ടതിൽ വളരെ അഭിമാനമുണ്ടെന്ന് മാതാപിതാക്കൾ പറയാറുണ്ട്. 2011 നവംബർ 12 തലശ്ശേരി അതിരൂപത മുൻ മെത്രാപ്പോലീത്ത മാർ ജോർജ് വലിമരത്തിന്റെ മുഖ്യ കാർമ്മികത്വത്തിൽ നടന്ന വ്രതവാഗ്ദാന ശുശ്രൂഷയിൽ സിസ്റ്റർ ജോൾസന തന്റെ ആദ്യ വ്രതവാഗ്ദാനവും സഭാവസ്ത്ര സ്വീകരണവും നടത്തി. തുടർന്ന് 2018 മെയ് 10 താമരശ്ശേരി രൂപത മെത്രാൻ മാർ റെമീജൂസ് ഇഞ്ചനാനിയിലിന്റെ കാർമ്മികത്വത്തിൽ നടന്ന ശുശ്രൂഷയിൽ സിസ്റ്റർ തന്റെ നിത്യവ്രതവാഗ്ദാനം നടത്തി. വെള്ളരിക്കുണ്ട് കോട്ടയിൽ ജോയി മേരി ദമ്പതികളുടെ മകളാണ് സിസ്റ്റർ ജോൾസന.